വാഗേരിയിലെ കടുവ കൂട്ടിലായി. എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ജനങ്ങളെ വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കി അലഞ്ഞു തിരിഞ്ഞ് നടന്ന ഒരു മനുഷ്യനെ കൊന്ന, ഒരു പശുവിനെ കൊന്ന ആ കടുവ ഈ പോയ ദിവസങ്ങളിൽ ആദ്യമൊക്കെ ക്യാമറ ട്രാപ്പിലൊക്കെ വിട്ടിരുന്നെങ്കിലും പിന്നീട് അത് ഏതാണ്ട് കാണാമറിയത് തന്നെയായിരുന്നു. എന്തായാലും കൃത്യമായി ഇപ്പോൾ കൂട്ടിലായിരിക്കുന്നു. വെച്ച പല കൂടുകൾ ഒരു കൂട്ടിലേക്ക് എത്തുന്നു. ഇപ്പോൾ അവിടെ പ്രശ്നം ഈ കടുവയെ കൂട്ടിലാക്കി കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്ന് നാട്ടുകാർ പറയുകയാണ്. അതിനെ കൊല്ലണം എന്ന് ആവശ്യപ്പെടുകയാണ്. ഒരു നാട്ടുകാരനെ കൊന്ന ഒരു കടുവയാണ്, ഒരു നരഭോജി കടുവയാണ്. ആ കടുവയെ കൊന്നേ മതിയാവുകയുള്ളൂ, അല്ലാതെ അതിനെ ജീവനോടെ കൂട്ടിൽ പുറത്തേക്ക് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്നുള്ള കടുത്ത നിലപാട് നാട്ടുകാർ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ചില പ്രശ്നങ്ങൾ അത് ഉണ്ടാക്കുന്നു. കേന്ദ്ര സർക്കാർ സമീപനങ്ങൾ ഒക്കെ എന്താണ് മാനദണ്ഡം കാരണം നാട്ടുകാർ പറയുന്ന മട്ടിൽ അതിനെ കൊന്നുകളയുക എന്നുള്ളത് പ്രാക്ടിക്കൽ അല്ല എന്ന് സുർജിത്ത് പറയുകയാണ്. സുർജിത്ത്, നാട്ടുകാരെ ഏതെങ്കിലും തരത്തിൽ അനുനയിപ്പിക്കാൻ നീക്കമുണ്ടോ? കടുവയെ എപ്പോൾ പുറത്തേക്ക്, ഇപ്പോൾ ഈ നാട്ടുകാരൊക്കെ ഇപ്പോൾ സുർജിത്ത് നിൽക്കുന്ന ആ ഇടത്തെ കൊണ്ടുവരുമെന്നാണ് അറിയാൻ കഴിയുന്നത്? സുർജിത്ത്, ിനുള്ളിൽ തന്നെ ജനപ്രതിനിധികൾ എത്തിച്ചേരും. ഈ ജനപ്രതിനിധികളുടെ മുമ്പാകെയാണ് ഈ ഉപാധികൾ വനംവകുപ്പ് അംഗീകരിച്ചത്. അതായത് പ്രജീഷിന്റെ മരണം നടന്ന ദിവസം തന്നെ ഇവിടെ ഒരു യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിൽ ആദ്യം തന്നെ ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരാവശ്യം ഈ കടുവയെ പിടികൂടുകയാണെങ്കിൽ അതിനെ വെടിവെച്ച് കൊല്ലണം എന്നുള്ള ആവശ്യമാണ് ഈ പ്രദേശവാസികളെല്ലാം തന്നെ ഉന്നയിച്ചത്. ആ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ആളുകൾ. ആ ആവശ്യം അംഗീകരിക്കാൻ വേണ്ടി തയ്യാറാകണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. വനംവകുപ്പ് ഇക്കാര്യത്തിൽ എന്ത് നിലപാട് എടുക്കുന്നു എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്ന കാര്യം. അത്തരത്തിലുള്ള നടപടികളിലേക്ക്, അതായത് വെടിവെച്ചു കൊല്ലുന്നതിൻ്റെ നിയമ തടസ്സങ്ങൾ എന്തൊക്കെ എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രധാനമായും ഉയരുന്നുണ്ട്. എന്തായാലും DFO ഷജന കരീം ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിലവിലകത്തേക്ക് മാധ്യമങ്ങൾക്ക് പ്രവേശനം അനുവദിച്ചിട്ടില്ല. അത്തരത്തിൽ മാധ്യമങ്ങൾക്ക് പ്രവേശനം അനുവദിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. എന്തായാലും വനംവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുൾപ്പെടെ പരിശോധിച്ച് വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും ഈ മേഖല വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ സ്വഭാവത്തിലേക്ക് ഈ മേഖല മാറുന്നു. ആളുകളെല്ലാം തന്നെ തടിച്ചുകൂടി അമർഷം അറിയിക്കുന്നു. തങ്ങളുടെ മേൽ നടപടിയെടുക്കാതെ ഒരു തരത്തിലും ഈ കടുവയെ ഇവിടുന്ന് കൊണ്ടുപോകാൻ കഴിയുകയില്ല എന്നുള്ള തരത്തിൽ പ്രഖ്യാപനം ഉണ്ടാകുന്നു. ഏതാനും ദിവസങ്ങളായി ഇവരുടെ ഉറക്കം നഷ്ടപ്പെട്ടിട്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധത്തിൻ്റെ ഒരു സാഹചര്യവും. അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ മനുഷ്യർ ഉറങ്ങിയിട്ട് ദിവസങ്ങളായി, 10 ദിവസത്തോളമായി ഇത്തരത്തിൽ. എന്തായാലും ചേട്ടാ എന്താ ചേട്ടാ പറയുന്നത്? ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ ചോരക്കള ഒഴുകേണ്ടി വരും. ഞങ്ങൾ സമ്മതിക്കും. ഇവിടുത്തെ കടുവനെ ഇവിടുത്തെ സ്പോട്ടിൽ തന്നെ കൊല്ലേണ്ടി വരും. ചെറിയൊരു ചെക്കരെ കൊന്നിട്ടേ അവൻ്റെ അരിപ്രശ്നം വരെ, അവരുടെ വീട് വരെ ഇല്ലാണ്ടായിപ്പോൾ. ഇനി അത് നടക്കൂല. ഇതാണ് ഇവരുടെ നിലപാട്. ഈ നിലപാട് തന്നെയാണ് ഇവർ പങ്കുവെക്കുന്നത്. അത്തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് ഈ മേഖല വഴിമാറുകയാണ്. എന്തായാലും കടുവ അല്പസമയം മുമ്പാണ് കൂട്ടിലായിട്ടുള്ളത്. ഏതാനും ദിവസങ്ങളായി കടുവയെ തേടി വനംവകുപ്പ് ഈ മേഖലകളിലെല്ലാം തന്നെ പരിശോധന ശക്തമാക്കുകയായിരുന്നു. ഇന്നലെയാണ് കുറേ ദിവസത്തിന് ശേഷം കടുവ പ്രത്യക്ഷമായി വന്നത്. ഒരു കുട്ടിയുടെ മുന്നിലേക്കും, പാപ്പളശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത്, ഏതാണ്ട് ഈ സ്ഥലത്തിൻ്റെ 5 കിലോമീറ്റർ ചുറ്റളവിൽ കടുവയുടെ സാന്നിധ്യം സ്ഥിരമായി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെ രണ്ടിടങ്ങളിൽ പ്രത്യക്ഷമായ രീതിയിൽ തന്നെ കടുവയെ കാണുന്ന നിലയുണ്ടായി. ഒരു ദമ്പതിമാർ ഈ കടുവയെ പുല്ലരിയുന്ന സമയത്ത് പാടത്ത് കണ്ടു. അതിനുശേഷം വൈകിട്ട് ഈ വാഗയിൽ സന്തോഷ് എന്ന് പറയുന്ന ആളുടെ പശുവിനെ പിടിച്ച അവിടെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ ഇന്നലെ വൈകിട്ട് 2 തവണ കടുവ എത്തി. അതിനുശേഷം ഈ കടുവ അവിടെ ആ മേഖലയിൽ ഭീതി പരത്തുന്ന വിധത്തിൽ വീണ്ടും പല ഘട്ടങ്ങളിലും കണ്ടു. ഇന്നും പലയിടത്തും കാൽപ്പാടുകൾ കാണുന്നുണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ ട്രാക്ക് ചെയ്തുകൊണ്ടാണ് വനംവകുപ്പ് അന്വേഷണം നടത്തുകയും വനംവകുപ്പ് ഈ കടുവയെ ഒടുവിൽ വനംവകുപ്പ് ഒരുക്കിയ ആദ്യത്തെ കൂട്ടിൽ, അതായത് ആദ്യം വെച്ചത് ഈ കോളനിക്കവല എന്ന് പറയുന്ന പ്രദേശത്താണ് കൂടൊരുക്കിയത്. ആ കൂട്ടിലാണ് ഇപ്പോൾ കടുവ കുടുങ്ങിയിരിക്കുന്നത്. എന്തായാലും മേഖലയെ സംബന്ധിച്ചിടത്തോളം, ഈ മേഖലയിലുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് അവർക്ക് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയണമെങ്കിൽ ഈ കടുവയെ വെടിവെച്ചു കൊല്ലണം എന്നുള്ള ആവശ്യമാണ് ഉള്ളത്. എന്തായാലും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കലശ്ശേരിക്കാണ്. എന്താണ് പറയാനുള്ളത്? വേറെ ഒന്നും ഞങ്ങൾക്ക് പറയാനില്ല. ഈ ഉത്തരവ് വന്നത് വെടിവെച്ച് കൊല്ലാനാണ്. വെടിവെച്ച് കൊല്ലാന്നല്ലാതെ വേറെ ഇതിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കില്ല. അല്ല, ഞങ്ങൾ ഇവിടെ മരിച്ചു വീണ്ടുവരും. ഒരിക്കലും സമ്മതിക്കില്ല. വെടിവെച്ച് കൊല്ലുന്നതാണ് ഞങ്ങൾ ആവശ്യം. അതെന്തായാലും ബഹുമാനപ്പെട്ട ഹൈക്കോടതി അടക്കം ഇതിന് വെടിവെച്ച് കൊല്ലണമെന്ന് പറഞ്ഞിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇതിന് വെടിവെച്ച് കൊല്ലാതെ വേറെ ഒരു രക്ഷയില്ല. ജനപ്രതിനിധികൾ അടക്കമുള്ളവർ, ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ, ബ്ലോക്ക് പഞ്ചായത്ത് ഭാരവാഹികൾ ഉൾപ്പെടെ, MLA ഉൾപ്പെടെ ഇവിടേക്ക് എത്തുന്നുണ്ട്. എല്ലാവരും എത്തുന്നുണ്ട്. ഇപ്പോഴാണ് വിവരം അറിഞ്ഞത്. അതനുസരിച്ച് ഓരോ ജനപ്രതിനിധികളും പിന്നെ രാഷ്ട്രീയക്കാരും എല്ലാവരും ഇവിടെ എത്തിച്ചേരുന്നു. നിങ്ങൾ എന്ത് തരത്തിലുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്? വനംവകുപ്പായിട്ട് ചർച്ചയ്ക്ക് വനംവകുപ്പായിട്ട് എന്ത് ചർച്ച? ഞങ്ങൾക്ക് ഒരു ചർച്ചയില്ല. വനംവകുപ്പായിട്ട് യാതൊരു ചർച്ചയില്ല. ഇത് വനംവകുപ്പായിട്ട് ഒരു ചർച്ച ഇവിടെ ഇല്ല. സംഭവം പിടിക്കാൻ കൊണ്ട് സാധനം സെറ്റായിക്കോളാം.
എന്ത് ചർച്ച നടത്തണ്ടേ? ഇനി നമ്മളെന്താ ചർച്ച നടത്തി മടുത്തു. ചർച്ച ഇതിൽ കൂടുതൽ എന്താ ചർച്ച നടത്താം? ഇനി കൊല്ലാനുള്ള ഓർഡർ കിട്ടിയിട്ടുണ്ടെങ്കിൽ വെടിവെച്ച് കൊല്ലണം. എന്തായാലും ഈ നിലപാടാണ് ആളുകൾ പങ്കുവെക്കുന്നത്. കൂടുതൽ ആളുകൾ ഈ മേഖലയിലേക്ക് എത്തുന്നു. അവരെ സംബന്ധിച്ച് ഒന്ന് ആശ്വാസത്തിന്റെ ദിവസമാണ്, പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വൈകാരിക വിഷയം കൂടിയാണ്. ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരനാണ് കൊല്ലപ്പെട്ടത്. അതിന്റെ ഒരു വൈകാരികത ഇവർ സ്വാഭാവികമായും പ്രകടിപ്പിക്കും. അത് തന്നെയാണ് തന്നെ ദിവസങ്ങളായി ഇവരെ സംബന്ധിച്ച് വലിയ ഭീതിയുള്ള അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ചേച്ചി, എന്താണ് ഇപ്പൊ തോന്നുന്നത്? ഞങ്ങൾക്ക് എന്തായാലും കടുവേനെ കൊല്ലണം. ഓർഡർ ഉണ്ടല്ലോ, പിന്നെ ഇപ്പോൾ അവർക്ക് ചെയ്താൽ പോരെ, വെടി വെച്ച് വന്നാൽ പോരെ. ഓർഡർ ഉണ്ടല്ലോ, ഇത് ഗവൺമെന്റിന്റെ ഓർഡർ ഉണ്ടല്ലോ, പിന്നെ ഇപ്പം എന്തിനാ പിടിച്ചോണ്ട് പോണേ? അത്ര പറയാം. എന്തായാലും ഇവരെ സംബന്ധിച്ച് ഇവരെല്ലാം തന്നെ പങ്കുവെക്കുന്നത് ഈ ഒരു പൊതുവികാരമാണ്. ഇവിടുത്തെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പങ്കുവെക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു പൊതു വൈകാരികമായ ഒരു വിഷയം തന്നെയാണ്. ഈ ഗ്രാമവാസികളെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരനെയാണ് കടുവ കടിച്ചു കീറി കൊന്നത് എന്നുള്ളതാണ്. എന്തായാലും കഴിഞ്ഞ 9-ാം തീയതിയാണ് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ചേച്ചി, എന്താണ് ചേച്ചി തോന്നുന്നത്? ഞങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. എന്താണ് ഇതിനെ കൊല്ലുമെന്ന് പറഞ്ഞിട്ടല്ലേ ഇതിന് പിടിച്ചേക്കുന്നത്? അതുകൊണ്ട് കൊല്ലണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ഞങ്ങൾ എന്തായാലും പ്രതികരിക്കും. അത് തന്നെയാണ് ഇവരുടെ നിലപാട്. ഓരോരുത്തരും പങ്കുവെക്കുന്നത്, ഈ ഗ്രാമത്തിലെ മനുഷ്യർ ഓരോരുത്തരായി പങ്കുവെക്കുന്നത് ഇതേ വൈകാരികത തന്നെയാണ്. കാരണം അത്രമാത്രം ഇവരെ അലോസരപ്പെടുത്തിയിരുന്നു ഈ കടുവ എന്നുള്ളത് തന്നെയാണ്. ഈ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു യുവാവിനെ കഴിഞ്ഞ 9-ാം തീയതിയാണ് ഈ പ്രജീഷ് എന്ന് പറയുന്ന യുവാവിന്റെ മരണം നടന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ഇതിന്റെ ജഡം കാണിച്ചു തരണം. കൊന്നിട്ട് ഇതിന്റെ ജഡം കാണിച്ചു തരാതെ ഇതിന്റെ നമ്മുടെ ഈ വഴി കൂടെ ഇവർ ഈ കടനെ കൊണ്ടുപോകൂല, നടക്കുകയില്ല. ഞങ്ങൾ അത്രയും വിഷയത്തിലാണ്. ഒരു പണിക്ക് പോയി ഞങ്ങൾക്ക് പറ്റുന്നില്ല. കാരണം വൈകുന്നേരം വരുന്നില്ല. ഞങ്ങൾ ഏത് വഴി കൂടെ വന്നെ, ഇത് എതിലേ വന്നെ നമുക്കറിയാൻ പറ്റുമോ? ഒരു പണി 6 മണിക്ക് നമ്മൾ പണിക്ക് വീട്ടിലെത്തണേ. ഞാനൊക്കെ വീട്ടിലെത്തുന്നത് 7 മണിക്കാണ്. ആ ഒരു സംഭവത്തിലാണ് ഞങ്ങൾ ഈ പറയുന്നത്. എന്തായാലും ഇവരുടെ നിലപാട് ഇത് തന്നെയാണ്. ഈ ആളുകളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള പ്രതിഷേധം അറിയിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. എന്തായാലും ആ പ്രതിഷേധത്തിന്റെ മൂർച്ച തന്നെയാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ ധാരാളം മനുഷ്യർ തടിച്ചുകൂടുന്നു. അവർ ഈ വിഷയം ഉന്നയിക്കുന്നു. ചേച്ചി, എന്താ പറയുന്നത്? ഞങ്ങളും കാടുണ്ടറിയില്ല. ഇനി ആ കൊച്ചിനെ തിന്ന പോലെ ഞങ്ങളെങ്ങനെ തിന്നു പോയിട്ടുണ്ടെങ്കിൽ ആരും നോക്കൂല. കടുവിനെ ഞങ്ങളെ കണ്ണുന്ന് വെച്ചിട്ട് കൊല്ലണം, വെടിവെച്ച് കൊല്ലാൻ ഞങ്ങൾ സമ്മതിക്കൂല. കൂട്ടിൽ കയറിയ ഞങ്ങൾക്ക് സമ്മതമാണ്. കൂട്ടി കയറിയല്ലോ കടുവ, സമ്മതമാണ്. അത് ഇനി ഞങ്ങളുടെ നേരെ വെച്ചിട്ട് വെടിവെച്ച് കൊന്നാലേ ഞങ്ങൾ സമ്മതിക്കുള്ളൂ, അല്ല ഞങ്ങൾ സമ്മതിക്കൂല. കൂട്ടിൽ മാത്രമേ വെച്ചാൽ പോരല്ലോ, വേറെ തുറന്നു വിട്ടാൽ പിന്നെയും വരൂലേ. എന്തായാലും വളരെ വൈകാരികമായി ആളുകൾ പ്രതികരിക്കുന്നു. അതിന് കാരണം അതുതന്നെയാണ്. ഇവിടെ കേവലം 36 വയസ്സുള്ള ഒരു യുവാവ്, ആ യുവാവ് പുല്ലരിയാൻ വേണ്ടി, ഉപജീവനത്തിന് വേണ്ടി പുല്ലരിയാൻ വേണ്ടി ഇതിന് തൊട്ട് താഴെ ഏതാണ്ട് ഒരു 100 മീറ്റർ മാത്രം അകലെയാണ് ആ പുല്ലരിഞ്ഞ സ്ഥലം. അവിടെ കടുവ പിച്ചു ചീന്തി കൊന്ന നിലയിലാണ് കാണാൻ കഴിയുന്നത്. കടിച്ചു കീറി കൊന്ന നിലയിലാണ് ആ മൃതദേഹം കണ്ടത്. ആരുടെയും സമൂഹ മനസാക്ഷിക്ക് മുന്നിൽ ഞെട്ടലുണ്ടാക്കുന്ന വിധത്തിലുള്ള കാഴ്ചയായിരുന്നു ആ ദൃശ്യം. അത്രമാത്രം നടുക്കുന്നതായിരുന്നു ആ ദൃശ്യം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് ആളുകൾ എത്തുന്നത്. ആ ഒരു വൈകാരികത തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അന്നെല്ലാം തന്നെ, അതായത് ഈ മരണം നടന്ന ദിവസം അത്തരത്തിൽ ഈ പ്രതിഷേധത്തിലേക്ക് വഴിമാറുന്ന ഘട്ടമുണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു സ്ഥിതിയിൽ തന്നെയാണ് ഈ ആളുകളെ സംബന്ധിച്ച് ആളുകളെല്ലാം തന്നെ ഈ ആളുകൾക്ക് മുമ്പാകെ തന്നെ ഇവർ ഉറപ്പ് നൽകിയത്. കാരണം കടുവയെ നരഭോജി കടുവ എന്നുള്ള റിപ്പോർട്ട് നൽകുക, അതിനെ വെടിവെച്ചു കൊല്ലാനുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് ഉന്നയിച്ചത്. ആ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടണം എന്നുള്ള അത് കൃത്യമായി തന്നെ ആളുകൾ ആവർത്തിക്കുകയാണ്. ഈ മേഖലയിലുള്ള മനുഷ്യരെല്ലാം തന്നെ അത് ആവർത്തിക്കുകയാണ്. ഇവരെല്ലാം തന്നെ അന്നുണ്ടായിരുന്ന ആളുകളാണ്. ഇവിടെ പല ഘട്ടങ്ങളിലും കടുവയെ നേരിട്ട് കണ്ടിട്ടുള്ള ആളുകളാണ്. ചേട്ടാ, എന്താ ഈ സമയത്ത് പറയാനുള്ളത്? ചേട്ടാ, ഞങ്ങൾക്ക് എന്താ പറയാനുള്ള സംഗതി, വെടിവെച്ച് കൊല്ലാനാണ് ഓർഡർ ഉണ്ടെങ്കിൽ വെടിവെച്ച് കൊല്ലണം, മയക്കു വെടിച്ച് കൊണ്ടുവരാൻ സമ്മതിക്കില്ല. ഇവരെ ഇത് ഇതാണത്. ഇവർ കൊണ്ടുപോവുക, 10 ദിവസം നീറ്റി പോറ്റുക, എന്നിട്ട് വീണ്ടും തിരിച്ചു വിടുക. ഇത് തന്നെ ഏർപ്പാട്. ഒരു കടുവ മനുഷ്യനായിട്ട് അങ്ങനെ അടുക്കണമെങ്കിൽ അത്രയും ഇവർ തീറ്റ കൊടുത്ത് വളർത്തിയിട്ട് ഇവർ കൊണ്ടുവിടുവാണ്. അവിടെ സ്ഥിതിഗതികൾ മാറുന്ന ഒരു സ്ഥിതിയുണ്ട്. ആളുകളെ അകത്തേക്ക് പ്രവേശിക്കണമെന്നുള്ള ആവശ്യമാണ് ഇവിടെ ആളുകൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം മാധ്യമങ്ങളെ പോലും പ്രവേശിപ്പിക്കാൻ ഇപ്പോൾ നിലവിൽ അനുവദിക്കുന്നില്ല വനംവകുപ്പ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു അമർഷത്തിലേക്ക്, പ്രതിഷേധത്തിലേക്ക് ആളുകൾ വഴിമാറുന്നത്. അതാണിപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. അതുതന്നെയാണ്
ഇതിൻ്റെ പ്രതിഷേധത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ആളുകൾ എല്ലാം തന്നെ വലിയ രീതിയിലുള്ള അമർഷത്തിലേക്ക് വഴിമാറുന്നു. ആ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതാണ്ട് ഇവിടെ നിന്നും ഒരു 30 മീറ്റർ മാത്രം അകലെയാണ് ഈ കൂട് വെച്ചത്. ഏറ്റവും ആദ്യം ഈ കോളനിക്കവല എന്ന് പറയുന്ന വാഗേരിയിലെ ഈ കൂടല്ലൂരിൻ്റെ തൊട്ടടുത്തുള്ള, അതായത് ഈ പ്രജീഷിൻ്റെ മൃതദേഹം കിടന്ന പ്രദേശത്തിൻ്റെ തൊട്ടടുത്ത് ഇതാ കടുവയുമായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വരുന്നു. കടുവയുമായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വരുന്ന ആ ദൃശ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ആ കടുവയെ ഇവിടെ നിന്നും കൊണ്ടുപോകാൻ അനുവദിക്കുകയില്ല എന്നാണ് വനംവകുപ്പ് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ആ ദൃശ്യം നമുക്ക് കാണാൻ കഴിയും. എന്തായാലും അതൊരു വൈകാരിക വിഷയമായി മാറുകയാണ്. കടുവയെ കൊണ്ടുവരുന്ന ആ ദൃശ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള അമർഷം, പ്രതിഷേധം അത് പുറത്തു രൂപപ്പെടുന്നു.